അവിടെ ഒന്ന് തൂത്തു വരാം. നമ്മുടെ ഗേറ്റിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നു. നല്ല ക്ലീൻ ആയില്ലേ നോക്കി. ഇനി ഇപ്രാവശ്യം ഈ അരുവിലിരിക്കുന്ന എല്ലാം നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ എടുത്ത് വെക്കാം. അത് ഈ പുല്ലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഏതാണ്ടൊക്കെ പറിച്ച് കളയും. ചെടി പറിച്ച് കളയല്ലേ പറഞ്ഞേ. അവിചാരിതമായിട്ട് വന്ന ഒരു മഴയും ഒരു ക്ലീനിങ്ങും ആണെന്ന് കാണിക്കുന്നത്. ഭയങ്കര മഴയായിരുന്നല്ലോ ഇന്നലെ മുതൽ. ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. അപ്പോൾ നമ്മുടെ മണി പ്ലാന്റും ഒക്കെ ഒന്ന് വൃത്തികേടായിട്ടിരിക്കുന്നത്, അത് വൃത്തിയാക്കണം. മുറ്റം എല്ലാം ആകെ കുളമായിട്ട് കിടക്കുന്നു. അപ്പം ഹാങ്ങിങ് പോട്ടിൽ നിൽക്കുന്ന ചെടികളെല്ലാം വൃത്തിയായിട്ട് കിടക്കുന്നത്. അതിനെല്ലാം ഒന്ന് ഒരുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം മണി പ്ലാന്റ് ഒക്കെ ഉണ്ട് കട്ട് ചെയ്തിട്ടെല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തി വയ്ക്കാണ്. നമ്മുടെ ഗോൾഡൻ പോത്തോസാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ചെടി. കട്ട് ചെയ്ത് കളയാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഓരോരോ പോട്ടിനകത്തോട്ട് ആക്കി വയ്ക്കുകയാണ്. ഇവിടെ ഈ സീതാഫലൊക്കെ നിൽക്കുന്നതുകൊണ്ട് അന്ധകാരം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ സുബിനും ഉണ്ട്. സുബിനും കുറച്ച് പണിയൊക്കെ ഉണ്ട്. എബിനും ഉണ്ട് കുറച്ച് പണി, സുബിനും ഉണ്ട്. ഹാങ്ങിങ് ചെടി സുബിൻ കണ്ടപ്പം ചെറിയൊരു വൃത്തികേടായിട്ട് തോന്നി. ഒരുപാടൊക്കെ താഴ്ന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാത്തിനെയും ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നിർത്താം. അതൊരു മുടിയൻ്റെ കൂട്ട് എങ്ങനെ വളർന്നു. ഓക്കെ, ഇത് കട്ട് ചെയ്തല്ലേ? ഇത് കട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും പോട്ടില്ല നടാ. എല്ലാം കൂടെ ഒരു ബക്കറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യമുള്ളതും കളഞ്ഞാൽ മതി പോരെ. ഈ പന്നച്ചെടികളെല്ലാം എങ്ങനെ കിളിച്ചു വരുന്നത് ഇതിൻ്റെ അകത്ത്? മണ്ണുള്ളിടത്തെല്ലാം ആവശ്യമില്ലാത്ത പോച്ചയും കിളിച്ചു വരും. നമ്മുടെ ചെടി അതിനെ നശിപ്പിക്കാൻ ചെടി അവിടെ നിൽക്കുകയും ചെയ്യും. അല്ലാത്ത പോച്ചകളൊക്കെ വളർന്നു കയറി വരും. ഇതൊക്കെ അതല്ലേ, നമുക്കിങ്ങ് എടുത്താലോ. എവനെന്താ ചെയ്യുന്നത്? എവനെ മിറ്റം ക്ലീനിങ് സ്വീപ്പർ. ആഴ്ചയോറും വരുമ്പോ എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കണ്ടായോ? ഇവൻ നല്ലതായിട്ട് തൂക്കും. ഇവൻ ആഴ്ച 2 ദിവസം കിട്ടും വെറുതെ ഇരിക്കാന്ന് പറഞ്ഞ വരുന്നതാ. വെറുതെ എങ്ങനെ ഇരിക്കുന്നത്? റെസ്റ്റ് എടുക്കാൻ വരുന്നത്. ഇവിടെ ഒന്ന് വെറുതെ ഇരിക്കാൻ പറ്റും. എങ്ങനെ? ഓ അതങ്ങനാണോ? ഇച്ചിരി വളമിടാം. ഇതെന്താ വേണം? ഇത് കൊള്ളാമോ? ഒടിച്ചു വെക്കാം. അത് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. താഴോട്ട് കിടക്കണ്ട. കുറച്ചത് കുത്തി വയ്ക്കാം. ഇങ്ങനെ ഇച്ചിരി മരോട്ട് കട്ട് ചെയ്ത് തരാം. പപ്പയ്ക്ക് തീ പോലെ സുബിന് കട്ട് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നില്ലേ? ഏതാ തീയിലോ? എന്തെങ്കിലുമൊക്കെ ചുട്ടെടുക്കാൻ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളെ കുറെ നാളായിട്ട് വീഡിയോയിൽ കാണുന്നില്ല ഇല്ല എന്നുള്ള പരാതി ഇല്ലേ ആളുകൾക്ക്? ആണോ? അങ്ങ് ഒരുപാടായി. വേറെ ചട്ടിക്കത്തിടാം. രാവിലെ ഒരുക്കമൊന്നും ഇല്ല. നമ്മൾ ഇറങ്ങിയത് രാവിലത്തെ പണിക്ക്. ക്ലീനിങ്ങിന് നമുക്ക് ഒരുക്കമൊന്നും വേണ്ട. ഇത് പോരെ? ഇതോ ഇതൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ കുറെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊക്കെ മൊത്തം. ഇതൊക്കെ പോച്ചയാണോ? ഇത് പോച്ചയല്ല, ഇത് ഈ ചെടിയാ തോന്നുന്നു. ഇതിനകത്ത് നല്ലത് കുറെ ഉണ്ട്, അതെടുത്ത് മാറ്റിയത്. ഇത് കട്ട് ചെയ്യണോ? അങ്ങനെ എന്നാ മതി. അയ്യോ, ചെടിയുടെ വളവോട് അതെടുത്ത്. മഴയോടെ പെയ്യുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് കുറച്ച് ഇതും കട്ട് ചെയ്യണ്ട. പിന്നെ എടുത്താൽ നമുക്ക് പഠിച്ചല്ല. മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് അതങ്ങ് അതിന് അവിടെ എല്ലാം വെട്ടി. അവിടെ എല്ലാം കാട് ഇങ്ങോട്ട് കിളിച്ച് കയറുന്നു. ചട്ടിയെല്ലാം ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് ഇതും നമുക്ക് വെട്ടിക്കളയണം. അതാരെങ്കിലും ഈ സൈഡ് വീടിലോട്ട് കയറുന്നത്. അതെല്ലാം ഉറുമ്പ് കയറി അവിടെ വരുന്ന അതാന്ന് തോന്നുന്നു ഉറുമ്പ്. ആ തുണി ഇടുന്നവിടെ
മൊത്തം ഉറുമ്പ് കയറുന്നുണ്ട്, ഇതിൽ കൂടെ കയറുന്നത്. ആ ഇത് വേണ്ടല്ലോ, ഇതോ എബിൻ തൂക്കുന്നൊന്ന് കാണിക്കേ, എബിൻ തൂക്കുന്നൊന്ന് കാണിക്കേ. ഇതൊക്കെ ഇത്രയും മതിയോ? ഇതൊക്കെ ഇതോ ഇതെങ്ങാ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് എന്തുവാ? കാശമുല്ലയല്ല, വേറെ ഏതാണ്ട് ചെടിയാണ്. മീനാണ്ടി കൊണ്ടുവന്നത്. ചെടി വെച്ചു, ചെടി വെക്കണം, ഗാർഡൻ ഉണ്ടാക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പണി. ഉണ്ടാക്കാൻ ഇത്രയും പാടില്ലല്ലേ? മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, ക്ഷമയുണ്ടെങ്കിൽ മാത്രം ചെടിയൊക്കെ നട്ടാൽ മതി. ചെടിയെ കൊണ്ടുപോകണ്ട യേശുവിനെ. ഏത് ചെടിയാ വേണ്ടതെന്ന് നോക്ക്. അവിടെ നിന്ന് തൂത്ത് വരാം, നമ്മുടെ ഗേറ്റിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നു. നല്ല ക്ലീൻ ആയില്ലേ നോക്കി. അവിടെ കൂട്ടിയിട്ട് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് കുറച്ച്, ബാക്കിയല്ല ഇവിടെ എത്തും. ഇനി ഇവിടെ തൂപ്പിക്കണം. ഇതെല്ലാം വൃത്തിയായില്ലേ? പെൺപിള്ളേർ തൂക്കുന്നതിനൊക്കെ നല്ലത്, അടിപൊളിയായിട്ട് തൂത്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും കേട്ടോ. പിന്നെ എല്ലാ ആഴ്ചയിലും തൂക്കാൻ പറയും. അപ്പോൾ അതെല്ലാം ഓരോരുത്തർ ഇങ്ങനെ തൂത്ത് കൂട്ടിയിട്ട് പിന്നെ അതങ്ങ് വാരിക്കളയാം. പിന്നെ ഓരോരുത്തർക്ക് ഓരോ പണി ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം. അവിടെ ഒത്തിരി ചെടികൾ കിടക്കുന്ന, അതിനെല്ലാം ഇനി ഇതാക്കണം, കട്ട് ചെയ്ത് വെക്കണം. ഇവൻ കൊണ്ടുവരേണ്ടതാണ്, കാറിൻ്റെ മുകളിൽ തയ്യാറാക്കി വെച്ചിരിക്കുക. ഈ അഗ്ലോണമിക്കകത്ത് നിറച്ച് ടോറേനിയം ഇങ്ങനെ വളർന്ന് നിൽക്കുക. അപ്പം കണ്ട് അതിനെല്ലാം കൂടെ എടുത്തിട്ട് ഒരു ചട്ടിക്കകത്താക്കി വെക്കാം. പല കളറാകുമ്പോൾ ഉണ്ടല്ലോ, ഒരു ചട്ടിയിൽ നിൽക്കുമ്പോൾ ഒരു രസം കാണും. ഇതിൻ്റെ അരി പൊട്ടി എല്ലായിടും അങ്ങ് തെറിച്ച് വീണിട്ട് ഇഷ്ടംപോലെ അങ്ങ് ആവും ഇത്. ഇനി ഇപ്രാവശ്യം ഈ അരിവിലിരിക്കുന്ന എല്ലാം നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ എടുത്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർലോക്ക് മൊത്തം നശിച്ചുകൊണ്ടിരിക്കുക. ചെടിയൊക്കെ അതെ, എല്ലാ ചെടിക്കകത്തുന്നുണ്ട് ഇതാ, എല്ലാ ചട്ടിയിലും. ഇതാണ് നമ്മൾ എത്ര ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും പിന്നെയും മഴ പെയ്യുമ്പം ഇത് തന്നെ ഇവിടുത്തെ സ്ഥിതി. അതുകൊണ്ട് ഇനി എന്തായാലും ഇങ്ങനെ വയ്ക്കുന്നില്ല, ഡയറക്റ്റ് ഇനി ഒരു ഷീറ്റ് വിരിച്ചതിന് ശേഷം മാത്രമേ വയ്ക്കുന്നുള്ളൂ. നല്ലതുപോലെ തൂത്ത് കഴുകി, ഈ മണ്ണെല്ലാം കഴുകി കളഞ്ഞിട്ട് ഷീറ്റ് വിരിച്ചിട്ട് ചട്ടികൾ തിരിച്ച് വയ്ക്കാം. അപ്പം ചട്ടികളെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്, എല്ലാം മാറ്റിയില്ല, മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. എട്ടിൻ്റെ പണിയായത്, കുറഞ്ഞ കാര്യമൊന്നും അല്ല ഇത്. മരണം കൂടെ ഒന്ന് ഉഷാറായിട്ട് നിന്നിരുന്നെങ്കിൽ എല്ലാം എളുപ്പം നടന്നേനെയായിരുന്നു. മരം ഇനി റെസ്റ്റ്, അങ്ങനെ രക്ഷപ്പെട്ട്. ഇങ്ങനെയൊക്കെയാ മക്കളെ അമ്മമാരിവിടെ കിടന്ന് പണിയുന്നത്, മനസ്സിലായോ? ഇതുപോലെ എന്തെല്ലാം ജോലികൾ. നല്ലതാ, പണിയെടുത്തല്ലേ ഇങ്ങനെ ശുഷ്കാന്തിയായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ആന്ന്, മക്കളുമാരും ഇതേപോലെ നിൽക്കണം, എങ്കിലേ മാതാപിതാക്കളുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അതൊരു പൂ പിടിക്കുന്ന സുവിനെ കട്ട് ചെയ്ത് വെക്കാം. അത് കുറേ കാലം കൊണ്ട് നിൽക്കുന്നതാണ്. ഇത് തൂത്തപ്പം വൃത്തിയുണ്ട്, ഇനി ഒന്ന് കഴിയുകയും കൂടെ ചെയ്യുമ്പോൾ സൂപ്പറാവും. അതാ ചട്ടികൾ ഒരു സൈഡിലോട്ട് മാറ്റേണ്ടി വരും. ചട്ടികൾ മാറ്റിയിട്ട് പിന്നെ അവിടെ കഴുകി ഷീറ്റങ്ങിടാം, എന്നിട്ട് ചട്ടി എടുത്ത് അങ്ങോട്ടങ്ങ് വെക്കാം. കൊച്ചു പുല്ലൊക്കെ പറിച്ച് മാറ്റാം. പണിയെടുക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പുല്ലൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ഏതാണ്ടൊക്കെ പറിച്ച് കളയും. ചെടി പറിച്ച് കളയല്ലേ പറഞ്ഞേ?
അത് എനിക്കും തോന്നുന്നൊരു കാര്യമാണ്. ഈ ചെടിയിലെ ഇച്ചിരിയൊക്കെ ഉണങ്ങി ശുഷ്കാന്തി ഇല്ലാതെ നിൽക്കുന്ന ഇല വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചെടിക്ക് ഒരു ഗ്രോത്ത് കാണത്തില്ല. കട്ട് ചെയ്ത് കളയുമ്പോൾ ഷടപടയെ കിളിച്ചു വരുന്നതാണ്. ഞാൻ പറയുന്നത് മഞ്ഞ ഇല നിൽക്കുകയാണെങ്കിൽ അവർക്കും മഞ്ഞിക്കണമെന്ന് തോന്നും മറ്റുള്ളവർക്കും കൂടെ. അന്നേരം ഞാൻ കട്ട് ചെയ്ത് മാറ്റണം. അപ്പം മെറിന് ഇതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ നടക്കട്ടെ. അപ്പം നമ്മുടെ മുറ്റത്തേക്കുന്ന ചെടികളെല്ലാം ഒരു സൈഡിലോട്ട് ആക്കി വെക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി എടുത്ത് വെക്കുന്നുള്ളൂ. കുറച്ചൊക്കെ അങ്ങോട്ട് ആ സൈഡിലോട്ട് എടുത്ത് വെച്ചേ. അങ്ങോട്ട് വെക്കാം. അങ്ങനെ എബിൻ ഹാൻഡ് ഓവർ ചെയ്തു സുബിന്. എനിക്ക് വയ്യാന്നോ. അപ്പോൾ ഒരു സൈഡിൽ ഇരുന്ന ചെടികളെ മൊത്തം മാറ്റി തൂത്ത് ഇട്ടിട്ടുണ്ട്. ഇനി വൃത്തിയാക്കിയെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഇത് കഴുകിയിട്ട് വേണം ഇനി വൃത്തിയായെന്ന് പറയാനായിട്ട്. കണ്ടോ മണ്ണ് കണ്ടില്ലേ, കോളമായിട്ട് കിടക്കാം. മേളിൽ നിൽക്കുന്ന ചെടി ബിഗോണിയൊക്കെ അവിടെ നിർത്തിയിരിക്കുക. കഴുകി വൃത്തിയാക്കി. ഈ ഏരിയ മാത്രമേ ഇപ്പോൾ വൃത്തിയാക്കിയുള്ളൂ. ഇത് വെച്ചിട്ട് വേണം ബാക്കി ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റിനെ നമ്മുടെ ഈ ലെങ്ത്തിൽ കട്ട് ചെയ്ത് നമ്മളിനി ഇങ്ങോട്ട് വെക്കുവാണ്. അതാകുമ്പോൾ ചട്ടിയിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ തറയെ വീഴാതെ എപ്പോഴും കഴുകുന്നതിന് പകരം ഈ ഷീറ്റ് കഴുകുന്ന രീതിയിലോട്ട് നമ്മളിപ്പോൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷീറ്റുമൊക്കെ ഇട്ടിട്ട് നമ്മുടെ നല്ല നല്ല ചെടികൾ ഫ്രണ്ടിലോട്ട് വെച്ചു. ഇങ്ങനെ വെച്ച് വരുന്നതേ ഉള്ളൂ. നോക്കട്ടെ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാമെന്നുള്ളത്. കുഴഞ്ഞെല്ലാവരും. അപ്പോൾ ഞങ്ങൾ രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ്. ഇപ്പം ഒരു മണിയോളമായി കേട്ടോ. ഞങ്ങളെല്ലാവരും കുഴഞ്ഞു. ഇപ്പം കുഴഞ്ഞതിൻ്റെ എന്തായാലും ഫലമുണ്ട്. ഏകദേശമൊക്കെ ഞങ്ങളുടെ ഗാർഡൻ ഒന്നുകൂടെ വൃത്തിയായിട്ടുണ്ട്. രണ്ട് സൈഡും വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളൊന്ന് കഴുകി. എത്ര കഴിയാലും ഇൻ്റർലോക്കൊക്കെ പിന്നെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, വൈറ്റൊക്കെ അല്ലേ. അപ്പോൾ ഇനി മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് കഴിയെങ്കിൽ ഇതൊക്കെ നല്ലതുപോലെ വൃത്തിയാവത്തുള്ളൂ. ഇനി എബിൻ്റെ കല്യാണത്തിനൊക്കെ ആവട്ടെ, അന്നേരം വൃത്തിയാക്കാം നമുക്ക്. അപ്പം മേളിൽ നിന്ന ചെടികളും തൂത്ത നല്ല വൃത്തിയായിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇരിക്കട്ടെ ക്രെഡിറ്റ്. എന്താ, അതോ എബിൻ തന്നെയാണോ ഏറ്റെടുക്കുന്നത്? അല്ല, രണ്ടുപേർക്കും കൂടെ. നമ്മുടെ ഹാങ്ങിങ് ചെടികളൊക്കെ അതും രണ്ട് സൈഡിലേക്ക് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മണി പ്ലാന്റൊക്കെ കുറേ നാളായിരുന്നു താഴെ ഇറക്കി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് സ്ഥലത്ത് ഗ്യാപ്പ് കിടക്കണം, അവിടെ ഒരു ചെടി വെക്കണം. അപ്പോൾ ഇതേപോലെ കൊച്ചുങ്ങളൊക്കെ ലീവിനൊക്കെ വരുമല്ലോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ ആമക്കളും മരുമക്കളും പെമ്മക്കളും ഒക്കെ വരുമ്പോഴേ ഇതേപോലെ കൊച്ചു പണികളൊക്കെ ഏൽപ്പിച്ചാൽ നല്ലതായിരിക്കും. സുബിനെ പാവം കുഴഞ്ഞെന്ന് തോന്നുന്നു. അപ്പം പപ്പയും മമ്മിയും കാണുമ്പോൾ എൻ്റെ കുഞ്ഞ് കിടന്ന് കഷ്ടപ്പെടുന്നെന്ന് പറയുമല്ലോ ഇപ്പം. അതൊന്നുമില്ല, കൊച്ചുങ്ങളൊക്കെ ശരീരമൊക്കെ എനിക്ക് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതെ, തലയും കുലിക്കുക. ഓക്കെ, അങ്ങനെ പണിയെല്ലാം എടുത്ത് കുഴഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം തീർത്തല്ലേ? ഒരു മട്ടം തീർത്തു, എല്ലാം വൃത്തിയാക്കി വെച്ചു. ഇപ്പോൾ ഗാർഡൻ കാണാൻ ഒരു മെനയൊക്കെ ഉണ്ട്. അടുത്ത മാസം ഇപ്പോഴാ ഗാർഡൻ ഒന്ന് മെനയായാലേ സുബി. ഇതുവരെ വലിയ വൃത്തിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ തൂത്ത്, സ്പെഷ്യലി ആ തൂത്തപ്പോഴാ അതിനൊരു വൃത്തിയായ ശരിക്കും. മക്കളുമാരും വൃത്തിയാക്കിയപ്പോൾ നല്ലതൊരു വൃത്തിയായി എന്ന് പറഞ്ഞാൽ അടുത്ത മാസം അത് ചെയ്യത്തോളൂ. സുബിക്ക് ചിലപ്പോൾ ചെടി കട്ടിയപ്പോഴേക്കും വൃത്തിയായിട്ട് തോന്നിയാല് എനിക്ക് ആ തൂത്ത് കണ്ടപ്പോഴാ അച്ചൂടെ വൃത്തിയായിട്ട് കഴിയും കൂടെ കണ്ടപ്പോഴാ. അപ്പൊ എല്ലാ മാസവും ഇങ്ങനെ ഒന്ന് വരണം കേട്ടോ. എല്ലാ മാസവും ഈ സമയമാകുമ്പോ ഓടിക്കോണം. അന്ന് ഇച്ചിരി അർജന്റ് വർക്ക് കാണും എനിക്ക്. ആണോ? സുബിനും കാണുമായിരിക്കും ഇല്ലയോ? എന്തായാലും എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് ചെയ്തത് കൊണ്ട് മുറ്റത്തെ പണി തീർന്നു കിട്ടി. കുറെ നാളായില്ലേ ഒരുമിച്ച്? നമ്മൾ കഴുകുന്നില്ലെന്നേ ഉള്ളൂ. ഒരുമിച്ച് ഇതുപോലെ പണിയെടുത്തിട്ട് മഴ പെയ്യുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് അഴുക്കാവോ പെട്ടെന്ന് എത്തുന്ന കാലത്തോളം എന്തായാലും മണ്ണ് അഴുക്കൊക്കെ ആവും. ചെടിച്ചട്ടിന്ന് മണ്ണ് എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ലീക്ക് ആവും. അപ്പൊ അതാണ് വിഷയം. പിന്നെ മഴയല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് മഴയും കൂടെ.
ഇവിടെ ഇന്റർലോക്ക് കൂടെ ആയതുകൊണ്ട് അതിന്റെ പ്രശ്നം കൂടെ. അത് എത്ര കഴുകിയാലും പിന്നെ അഴുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന്റെ അകത്ത് കഴിവതും ഇടാതിരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നില്ലേ? ചോമ്പ് ഇട്ട് കഴിഞ്ഞാൽ ചോമ്പിന്റെ അകത്ത് ചോപ്പായാലും കറുപ്പായാലും എല്ലാം എടുക്കാന്നാണ്. എല്ലാം കണക്കാ. ഇട്ട് കഴിഞ്ഞാൽ കഴുകി വൃത്തിയായിട്ട് സൂക്ഷിച്ചാലേ പറയും ഇനി ഇടല്ലേന്ന് പറയും. ഇനി ഇടാത്തവരാണെങ്കിൽ ഇടാനുള്ള വെപ്പറാണ് വലിയ. എന്നാലും എല്ലാരും ഇടും. എന്തായാലും മെനയാ, ചെളിയൊന്നും ആവാതെ വൃത്തിയായിട്ടിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം ഗാർഡനിങ് ചെയ്യുന്ന മമ്മി എപ്പോഴും പറയാറുണ്ട്. ഗാർഡനിങ് ചെയ്യുന്ന പോലെ തന്നെ കൃഷിയും ചെയ്യാൻ നോക്കുക. അപ്പോൾ പലർക്കും കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്തുകളൊന്നും കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ട്. അതിനാണ് നമ്മളെ വെബ്സൈറ്റായ minisLifestyle.com നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. നല്ല സീസണലായിട്ടുള്ള സീഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ www.minisLifestyle.com. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങളെല്ലാവരും ബൈ.